നമസ്കാരം. കവിതയുടെ മധുവസന്തമൊരുക്കി മാമ്പഴം പത്തിന്റെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാമ്പഴത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ബഹുമാനപൂർവ്വം നമ്മുടെ വിധികർത്താക്കളെ സ്വാഗതം ചെയ്യുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ സർ, മുരുകൻ കാട്ടാക്കട സർ, പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മാമ്പഴം പത്തിന്റെ ഈ അധ്യായത്തിൽ ഇന്നാദ്യം കൃതികയും സാന്ദ്രയും ചേർന്ന് ആലപിക്കുന്ന ഒരു യുഗ്മ കവിതയാണ്. സാന്ദ്ര, കൃതിക ചേച്ചി നല്ല ഒരുമയോടുകൂടി ഒരേപോലെയുള്ള വേഷധാരണം. എന്തായാലും ഏത് കവിതയാണ് നിങ്ങൾ ഇന്ന് ചൊല്ലുന്നത്? ഞങ്ങൾ ഇന്ന് ചങ്ങമ്പുഴയുടെ വസന്താഗമം എന്ന കവിതയാണ് ചൊല്ലുന്നത്. വളരെ നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. വസന്തം പോലെ ഉണ്ടാവട്ടെ. പുഷ്പകാലം അവൻ സ്വാഗതമോതുമോ സാനുകൂലം. ആയവനാശിച്ചിട്ടില്ലെന്നിരിക്കുകിൽ ആഗമിച്ചിടുമോ പുഷ്പകാലം അവൻ സ്വാഗതമോതുമോ സാനുകൂലം. പൂത്ത പൂവല്ലികൾ പുൽകി പുൽകി താർത്തെന്നലങ്ങിങ്ങു സഞ്ചരിച്ചു. എൻ മകനാനന്ദമേകുവാനല്ലെങ്കിൽ എന്തിനാ വല്ലികൾ നൃത്തമാടി? അതിരെന്തിനളികളുമൊത്തുകൂടി? എന്തിനാ വല്ലികൾ നൃത്തമാടി? അതിലെന്തിനളികളുമൊത്തുകൂടി? കൺമണിക്കുഞ്ഞിനു കേൾക്കുവാനല്ലെങ്കിൽ മട്ടിലെന്തിനു പാട്ടുപാടി അവർ തേന്മയമാക്കിയ പുഷ്പവാടി. കൺമണിക്കുഞ്ഞിനു കേൾക്കുവാനല്ലെങ്കിൽ മട്ടിലെന്തിനു പാട്ടുപാടി അവർ തേന്മയമാക്കിയ പുഷ്പവാടി. താമര പൂത്തു മണം പരന്നു, മാമരച്ചാർത്തും മതിമറന്നു. എന്നോമൽ പൈതലിനല്ലാതെ ആർക്കതിൽ ഉന്നത ഹർഷം ഉദിപ്പതാവോ? ചുണ്ടിൽ ചിന്നുന്നതെന്തൊരു പൂനിലാവോ? ചുണ്ടിൽ ചിന്നുന്നതെന്തൊരു പൂനിലാവോ? തങ്കമേ വിണ്ണിൻ വിശുദ്ധി മാത്രം തങ്കുന്നു നിന്നൂടെ കണ്ണിണയിൽ. കാകോളം കല്ലോലം തല്ലുമീ ലോകത്തിൽ കാലുഷ്യം കാണുവാൻ ശക്തമല്ല. അത് കാലത്തിൻ വീർപ്പാൽ കലങ്ങുകില്ല. കാലുഷ്യം കാണുവാൻ ശക്തമല്ല. അത് കാലത്തിൻ
തീർപ്പാൽ കലങ്ങുകില്ല. ഈ വസന്തത്തിൽ ഒളിച്ചിരിക്കും ഭീമനാം വേനൽ ചിരിച്ചിരിക്കും. ഓമനെ നിന്റെ കുതൂഹലം നോക്കി ഈ പൂക്കാലമേറെ നാൾ നിൽക്കയില്ല. നിന്റെ നേർക്കനുകമ്പയതിങ്കലില്ല. ഈ പൂക്കാലമേറെ നാൾ നിൽക്കയില്ല. നിന്റെ നേർക്കനുകമ്പയതിങ്കലില്ല. ലോകനായക ലോകനായക ഞങ്ങളെല്ലാം ബാലചാപല്യങ്ങൾ കാട്ടിയേക്കാം. ലോകനായക ലോകനായക ഞങ്ങളെല്ലാം ബാലചാപല്യങ്ങൾ കാട്ടിയേക്കാം. ഞാനിക്കിടാവിനോടോതുമ്പോൾ നീയും അജ്ഞാനികൾ ഞങ്ങളിൽ പൂർണ്ണരാഗം സത്യദീപം കൊളുത്തിയിടുക വേഗം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആലാപനം? വസന്താഗമം ആയോ അല്ലെങ്കിൽ വസന്തം ആഗമിച്ചോ നിങ്ങളുടെ ആലാപനത്തിൽ എന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ, നമ്മുടെ കാവ്യാലാപന പദ്ധതിയെ നിങ്ങളിങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയും കവിത ചൊല്ലാം എന്നുള്ളത് പുതിയൊരു അനുഭവമാണ്. അതൊരു പെർഫോമൻസ് ആക്കി മാറ്റി. ഒപ്പം ആ വസന്താനുഭവത്തിൻ്റെ മുഴുവൻ ഭാവങ്ങളും ചലനങ്ങളിൽ ആലാപനത്തിനൊട്ട് കുഴപ്പം വരുത്തിയതുമില്ല. നല്ല വളരെ എന്താ പറയുക, വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഈണവും അതിന് കൊടുത്തു. വസന്തത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി. ഞാൻ ഇങ്ങനെ പണ്ട് ഇത്തരം കവിതകളൊക്കെ ഇങ്ങനെ നൃത്തരൂപം പോലെ അവതരിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ സഹോദരിമാരായിരുന്ന ലളിതാ പത്മിനി രാഗിണിമാരിങ്ങനെ ഡിറ്റാച്ച്മെൻറ്റ് പോലെ, അങ്ങനെ വിരക്തരതി പോലെ അഭിനയിക്കുകയാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ അഭിനയിക്കുകയല്ല, പെട്ടെന്ന് അടുത്ത മൊമെൻറ്റിലേക്ക് മാറും. അവർ വളരെ പെട്ടെന്ന് ശൃംഗാര ഭാവത്ത് നിന്ന് വേറൊരു ഭാവത്തിലേക്ക് മാറും. അതുപോലെ വളരെ പെട്ടെന്ന് നിങ്ങൾ വസന്തത്തിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ ഇങ്ങനെ മുഖചേഷ്ടകൾ കൊണ്ടും ചലനങ്ങൾ കൊണ്ടും ലാസ്യം കൊണ്ടും അതോടൊപ്പം കവിത കൈവിടാതെയുള്ള സഞ്ചാരം കൊണ്ടും ഞാനിങ്ങനെ ഒരു കാവ്യാലാപന രീതിയുടെ പരീക്ഷണം ആദ്യമായിട്ട് കാണുകയാണ്. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ രണ്ടുപേരും നിർവഹിച്ചു. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. സാന്ദ്ര, കൃതിക രണ്ടാളും നന്നായി ചൊല്ലി, മനോഹരമായിട്ട് ചൊല്ലി കേട്ടോ. പിന്നെ ഈ നിങ്ങൾ രണ്ടാളും നല്ല അഭിനയിക്കുന്നവരാണ്, പണ്ടേ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ അതാണ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയും. ഒരു കുട്ടിക്ക് തന്നെ വ്യത്യസ്തങ്ങളായ വൈഭവങ്ങൾ ഉണ്ടെങ്കിലേ ഈ കമ്പോള കാലത്ത് ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് അത് പ്രതിഭ കൊണ്ടാകുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഭാവം കൊണ്ടും കൂടെ ഈ കവിതയെ പൂർണ്ണമാക്കാനുള്ള ശ്രമം എപ്പോഴും നടത്താറുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട് രണ്ടാളും. അപ്പോൾ മനോഹരമായി അത് ചൊല്ലിയാടി അവസാനിപ്പിച്ചു. ആശംസകൾ. നന്ദി സർ. നന്ദി സർ. ഇത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. സാന്ദ്രയ്ക്കും കൃതികയ്ക്കും 50-ൽ 49 മാർക്ക്. നന്ദി സർ. നന്ദി സർ. മുരുകൻ സർ. സാന്ദ്രയ്ക്ക് 50-ന് 49, കൃതികയ്ക്ക് 50-ന് 49. നന്ദി സർ. 198 മാർക്കാണ് സാന്ദ്രയ്ക്കും കൃതികയ്ക്കും ഈ നല്ല കവിത ഒരു ചൊൽക്കാഴ്ചയായി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ലഭിച്ചത്. മാത്രമല്ല വളരെ നല്ല അഭിപ്രായങ്ങളും കേട്ടു അല്ലേ, നല്ലൊരു അംഗീകാരം കേട്ടു. ലളിതാ പത്മിനി രാഗിണിമാരെ പോലെയൊക്കെയാണെന്ന് വരെ സാറ് പറഞ്ഞു. അഭിനന്ദനങ്ങൾ. ചേച്ചി. സൂര്യ, നല്ല മിന്നി തിളങ്ങുന്ന പാവാടയൊക്കെ ഇട്ട് ഏത് കവിതയാണ് ഇന്ന് ചൊല്ലുന്നത്? വിജയലക്ഷ്മിയുടെ ശ്രീരാവണൻ എന്ന കവിത. വളരെ നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. ചേച്ചി. രാവണൻ ആടുകയായി മഹാനടൻ, വേദന തിങ്ങുമിരുട്ടിന്റെ നാടകം. ഒറ്റത്തിരിക്കരങ്ങത്തുലങ്കാപുരി രക്ഷോഗണങ്ങൾ തൻ
രാജസഭാതലം. ആ ശരവംശ സിംഹാസനത്തിൽ സഭാനാഥനായി ശ്രീജിതനാം വീരനായകൻ. എല്ലാം മറന്നരങ്ങത്തുമാഴും നടൻ, തന്നിൽ പെരുക്കമായെത്തുന്നു രാവണൻ. കൃഷ്ണപ്പരുന്തിനെ കല്ലെറിഞ്ഞിട്ടെന്ന് ഭക്ഷിച്ചൊരാദിമ ജീവിത ചിന്തയിൽ കാട്ടുപുഴച്ചെളി വെള്ളത്തിൽ ദാഹമാൻ ആർത്തമാം ബാല്യം പഠിച്ച പാഠങ്ങളിൽ ആരും തുണയ്ക്കാത്ത പാതയിൽ സ്വന്തമാം വേദന വീര്യമായി തീർന്ന കഥകളിൽ കൊന്നതിൽ വെന്നതിൽ ഭാവം പകർന്നിതാ മുന്നിൽ അരങ്ങിൽ തിളങ്ങുന്നു നായകൻ. കൊന്നതിൽ വെന്നതിൽ ഭാവം പകർന്നിതാ മുന്നിൽ അരങ്ങിൽ തിളങ്ങുന്നു നായകൻ. യുദ്ധമിതെത്ര സുനിശ്ചിതം, മണ്ണിലെ ക്ഷുബ്ധ വികാരങ്ങൾ തൻ മഹാസംഗരം. വംശചരിത്രത്തിൽ നിന്നും ചുടൂനിണം വന്നതി പോൽ പിളർന്നിടും സമതലം. ചത്തുവീണാലെന്തടർക്കളത്തിൽ ജയം മുറ്റവർ നേടുമെന്നോർത്തു പോരാടുവോ അപ്പുറമിപ്പുറം തിങ്ങും വിദൂരത്തിലുറ്റു നോക്കിയിടുന്നു സർവസൈന്യാധിപൻ. ഞെട്ടിമാറുന്നു പരാജിതനായി തനിക്കർത്ഥഛേദസ്സായിരുന്ന സഹോദരൻ. നിസ്തേജനായി പതിച്ചതറിഞ്ഞതും ഉൽക്കട ശോകക്ഷതയേറ്റ രാവണൻ. ദുഃഖഭാരത്തിൻ മുഖം മാറ്റി ഇന്ദ്രനെ കെട്ടി വലിച്ച മഹാശക്തിശാലിയായി പുത്രനായി രക്ഷോ പരമ്പര തൻ ഭാവി മുദ്രയായി മാറി നിൽക്കുന്നു മഹാനടൻ. അസ്തമയ സൂര്യൻ എന്ന പോൽ രക്തവും ക്രുദ്ധമാം വർണ്ണവും ചേർന്നോരകമ്പടി ഉദ്ധതനാം മഹാരാജാവിനാസന്ന മൃത്യുവും തൻ മഹത്വം ശിരോഭൂഷണം. കെട്ടുപോകും വെളിച്ചത്തിന്റെ നിശ്ചല വൃത്തത്തിലേക്ക് നടൻ ചുരുങ്ങുമ്പോഴും മുന്നിൽ ഇരുട്ടിയിലിരുന്നു വിങ്ങും മനം കണ്ണീരൊഴുക്കിൽ തകർന്നു വീഴുമ്പോഴും വേദിയെ കാണാനിരിക്കുവോരെ, വേദിയെ കാണാനിരിക്കുവോരെ, ആദികാലം മുതൽക്കുള്ള രാമായണങ്ങളെ ഭേദിച്ചെണീറ്റെഴുന്നള്ളുന്നു ലങ്കതൻ. ആകാശമാകെ നിറഞ്ഞു ശ്രീരാവണൻ. ആകാശമാകെ നിറഞ്ഞു ശ്രീരാവണൻ. ആകാശമാകെ നിറഞ്ഞു ശ്രീരാവണൻ. ആകാശമാകെ നിറഞ്ഞു ശ്രീരാവണൻ. This program brought to you by പൈൽസിനും ഫിറ്റ്സുലയ്ക്കും ലേസർ ചികിത്സ അൽഷിഫ ഹോസ്പിറ്റൽ എടപ്പള്ളി എറണാകുളം. സൂര്യ, മലയാളത്തിൻ്റെ മഹാനടൻ മുരളി അഭിനയിച്ച ലങ്കാലക്ഷ്മി എന്ന നാടകം കണ്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വിജയലക്ഷ്മി ഈ കവിത എഴുതിയിരിക്കുന്നത് അല്ലേ? ഈ കവിത എത്രത്തോളം ഭംഗിയായി ഉജ്ജ്വലമായി സൂര്യ ചൊല്ലിയെന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. ഈ ലക്ഷ്മൺ സർ. സൂര്യ നന്നായിട്ട് കവിത ചൊല്ലി. ഒറ്റ മൂച്ചിൽ ഒറ്റ ടെമ്പോയിൽ തുടക്കം മുതൽ അവസാനം വരെ ആ മൂച്ചും ഊർജവും വിടാതെ അങ്ങനെ നിന്ന് ചൊല്ലിയാണ് ചെയ്തത്. അതിലൊരു ചെറിയ ദോഷം പറ്റിയത് ഇതിലെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളുണ്ട്. ഇന്ദ്രജിത്തായിട്ട് നടൻ മാറി നിൽക്കുന്നത്, പരാജയം കണ്ട് സർവ്വസൈന്യാധിപൻ
നിസ്സഹായനായി നിൽക്കുന്നത്. പലവിധ ഭാവങ്ങളിലൂടെ രാവണൻ്റെ പകർന്നാട്ടമുണ്ട്. നടൻ ഭരത് മുരളി ഈ ലങ്കാലക്ഷ്മി എന്ന നാടകം അവതരിപ്പിച്ചതിൻ്റെ അനുഭവമാണ് അല്ലേ? ആ അനുഭവം വിജയലക്ഷ്മി നോക്കിക്കാണുന്നു. ശ്രീരാമനെ പോലെ രാവണൻ ശ്രീരാവണനായിട്ട് മാറുന്നു. ആ മാറുന്നത് ഇത്തരം ഭാവവ്യതിയാനങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഈ ഒറ്റ ടെമ്പോയിൽ ഇങ്ങനെ കവിത ചൊല്ലിപ്പോകുന്നതുകൊണ്ട് ആ ഒരൊറ്റ മൂച്ചിലാണ് അവസാനം വരുന്നത്. ഞാൻ പെട്ടെന്ന് ഇത് ചൊല്ലുമ്പോൾ വേറെ എൻ്റെ വ്യക്തിപരമായൊരു കാര്യം ഞാൻ ഓർത്തു. ഞാൻ തിരക്കഥ എഴുതിയൊരു സിനിമ ഏകാന്തം എന്ന സിനിമയിൽ ഈ മുരളിയും തിലകേട്ടനുമാണ് ഒരുമിച്ച് അഭിനയിച്ചത്. മത്സരിച്ച് 2 കുലപർവ്വതങ്ങൾ അഭിനയിക്കുകയായിരുന്നു. അത് അവസാനത്തെ രംഗം അത് സംവിധാനം ചെയ്ത് മധു കൈതപ്രം എന്നൊരു യുവ സംവിധായകനാണ്. മധു മരിച്ചുപോയി. മുരളിയേട്ടനും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. മധു അവസാനം മുരളിയേട്ടനോട് പറയും, മുരളിയേട്ടൻ മരിച്ചു കിടക്കുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്യണം. അപ്പോൾ തീരെ ചലനമില്ലാതെ മുരളിയേട്ടൻ 1 മിനിറ്റ് കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എത്ര നേരം മരിച്ചു കിടക്കണം എന്ന് ചോദിച്ചു. അല്ല, ഒരു 1 മിനിറ്റ് നമുക്കത് ചലനമില്ലാതെ കിട്ടിയാൽ മതി. മുരളിയേട്ടൻ മരിച്ചങ്ങോട്ട് കിടന്നു. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം മരിച്ചു കിടക്കുക തന്നെയാണ്. എത്ര നേരം കിടന്നു പറയാം. എനിക്ക് സംശയം ഇദ്ദേഹം മരിച്ചു പോയോ ആ കിടപ്പിൽ. അത്രമേൽ നിശ്ചേഷ്ടനായി, ഒരു രോമകൂപം പോലും ഇളകാതെ അങ്ങനെ കിടന്നു. അതിനൊക്കെ സാധിക്കുമായിരുന്നു. ഒരു തപസിദ്ധി പോലെ അഭിനയകലയെ കൊണ്ടു നടന്ന മലയാളത്തിൻ്റെ മഹാനടനായിരുന്നു ഭരത് മുരളി. ഞാൻ ഈ ലങ്കാലക്ഷ്മിയുടെ അഭിനയം, രാവണൻ്റെ അഭിനയം കണ്ടിട്ടില്ല. പക്ഷെ വിജയലക്ഷ്മി എഴുതുമ്പോൾ അത് അനുഭവപ്പെടുന്നുണ്ട്. ആ അനുഭവം ചോർത്തിക്കളഞ്ഞില്ല. എങ്കിലും കുറച്ചുകൂടി ഈ ഭാവവൈവിധ്യങ്ങളെ വരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊരു അസാധാരണമായ അനുഭവമായിരുന്നു. ആ സാധാരണത്തിലേക്ക് പോയില്ല, എങ്കിലും ഭംഗിയായി. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. വളരെ നന്നായി, വളരെ വളരെ നന്നായി. വാത്മീകി, എഴുത്തച്ഛൻ, വിജയലക്ഷ്മി, ശ്രീകണ്ഠൻ നായർ എന്ന നാടക ആചാര്യൻ, മുരളി എന്ന നടൻ, പല പ്രതിഭകളുടെ കൈവിരുത്, കരവിരുത്, ആത്മബോധം ഇങ്ങനെ കടന്നു പോയ ഒരു വലിയ കാര്യമാണ് ലങ്കാലക്ഷ്മിയെ അധികരിച്ച് വിജയലക്ഷ്മി എഴുതിയ ഈ കവിത. രാമൻ മാത്രമല്ല, ശ്രീരാമൻ, രാവണനും ശ്രീരാവണനാണ് എന്ന ഒരു ദ്രാവിഡബോധം നമ്മളിൽ എത്തിക്കുന്നതിൽ ഭരത് മുരളി എന്ന് പറയുന്ന നടൻ ഒരു ആസ്വാദകയെ എത്രത്തോളം സ്വാധീനിച്ചു. അങ്ങനെ ഇരിക്കുന്ന ആസ്വാദക ഒരു കവിയാണെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതിൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് ഈ കവിത. അതിമനോഹരമായി, സുന്ദരമായി സൂര്യ ആലപിച്ചു. ആശംസകൾ. നന്ദി സർ. ഈ അവസരത്തിൽ മലയാളത്തിൻ്റെ ആ മഹാനടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം അല്ലേ സൂര്യ? എന്തായാലും എത്ര മാർക്ക് ലഭിച്ചു എന്ന് അറിയില്ല, ഈ ഘട്ടത്തിൻ്റെ അവസാനമേ അറിയുള്ളൂ. അഭിനന്ദനങ്ങൾ. കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ പാർവതി ആലപിക്കുന്ന ഒരു ഗാനമാണ് ഇനി.
മറ്റൊരു മാമ്പഴക്കാലത്തിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.